ബാക്ക് ടു മൈ ചാനലിന് ശേഷം എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ കടലക്കറി വെന്തിരിക്കുന്നുണ്ട്. മറ്റേതിൽ ഇഡ്ഡലി ചെമ്പില് നൂൽപുട്ടാണ് കേട്ടോ ഇന്നത്തെ കറി. പിന്നെ നിങ്ങളെ വിശേഷമൊക്കെ എന്താ? സുഖമല്ലേ? എല്ലാവരും വിശേഷം സുഖമല്ലേ? അപ്പൊ നൂൽപുട്ട് വീച്ചിനെ കണ്ടില്ലേ? അടിപൊളി സംഭവമാണ് ഈ നൂൽപുട്ട് വീച്ചിന്റെ സംഭവം. അപ്പൊ രാവിലെ നമുക്കൊക്കെ പെട്ടെന്ന് വീച്ചെടുക്കാം. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് വിശേഷം എന്താ? സുഖല്ലേ? തേങ്ങരക്കാത്ത കറിയാണ് ഇന്ന്. തേങ്ങക്ക് നല്ല റേറ്റ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തേങ്ങ അരച്ച് കഴിഞ്ഞാലല്ലോ കേട്ടോ. ഇന്ന് തേങ്ങ അരക്കാത്തൊരു കറി കേട്ടോ. നൂൽപുട്ടാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് പീച്ചെടുക്കുക, പെട്ടെന്ന് വർക്ക് ജോലി കഴിയും കേട്ടോ. പക്ഷേ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു പണിയുണ്ട് കേട്ടോ. കുറച്ച് പണിയുണ്ട്, പൊടിയും കൊണ്ടുള്ളൊരു പണിയുണ്ട് കേട്ടോ. അത് വേറെ പണിയുണ്ട്. പിന്നെ ഈ ലൈവ് കാണുന്നവരെ വിചാരം നമ്മൾക്ക് മാത്രമുള്ള മോശമായി, നമ്മൾ ഈ ലൈവിൽ മാത്രമുള്ള മോശമായിട്ടുള്ള കമൻറ്റ് അങ്ങനെയുള്ളൊരു വിചാരമാണ് കേട്ടോ. പക്ഷെ മറ്റുള്ളവരുടെ ലൈവൊന്നും അവർ പോയി കയറി നോക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു വിചാരം. അപ്പോൾ എന്ത് വിചാരിച്ചാലും നമുക്കെന്താ, നമ്മളെ വഴി മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഇതിൽ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് നമ്മളെ കയ്യിലോട്ട് കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ എൻ്റെ അല്ലോ ഇതിൽ ഫേക്കോള് മാത്രമല്ല കേട്ടോ. ഫേക്കോള് നമ്മൾ അറിയപ്പെടുന്ന ഫ്രണ്ട്സുകളെ പോലെ പ്രൊഫൈല് തപ്പിയെടുത്തിട്ട് ഫേക്കായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. പഠിച്ചോനെ ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും, അവിടുന്ന് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഫൈൽ നമ്പറും പേരും ഐഡിയും പേര്, ആ ചാനൽ ID പേര് അങ്ങനെ എഴുതിങ്ങാണ്ട് ഇതിൽ വന്ന് പൂരത്തെറി. ഞാനൊരു നിമിഷം വെടിസായിപ്പോയി. എൻ്റെ റബ്ബേ, ഇങ്ങനെ ഈ ചെക്കനെ എഴുതാൻ കഴിവുണ്ടോ റബ്ബേ എന്നും പറഞ്ഞങ്ങാണ്ട് ഉള്ളിൽ പോയി. പക്ഷെ ഞാൻ ആദ്യം നിന്ന് പേടിച്ചിട്ടല്ല, മനസ്സിൽ നമുക്ക് നല്ലോണം സപ്പോർട്ടിങ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെന്ന് കയറിയപ്പോൾ ഒരു ഫേക്കാണ്. ഫേക്കോളികൾ ഏത് വിധത്തിലാന്ന് വരികയെന്ന് ആർക്കും പറഞ്ഞറിയിക്കാൻ മനസ്സിലാവില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോളിട്ടില്ലേ? യൂട്യൂബ് ചെറിയ ഫാമിലികൾ അങ്ങനെ ഇതാ ഫുഡ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻ ഇതാ പൊരിക്ക, ഉണക്ക മീനാണ് ഇട്ടത്. അത് ഞാൻ മുരിച്ചെടുക്കുകയാണ്. കറി വെച്ചിട്ടില്ല കേട്ടോ. കറി നമുക്ക് മുരിങ്ങയാണ് കേട്ടോ. മുരിങ്ങ താളിപ്പാണ്. അപ്പോൾ ഈ ചോറ് വെന്തോണ്ട് ഇരിക്കുന്നുണ്ട് അടുപ്പിൽ. അതിൻ്റെ കഞ്ഞിവെള്ളം കിട്ടിയാൽ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ മുരിങ്ങ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. കാരണം മുരിങ്ങക്ക് കാശ് കൊടുത്തിട്ട് വന്ന് നമ്മുടെ നാട്ടിലൊക്കെ മുരിങ്ങ കാശില്ലാതെ തൊടൂൽ നിറയെ ഉണ്ടാവും. പക്ഷേ ഇവിടെ മുരിങ്ങ കാശ് കൊടുത്തിട്ട് മേടിക്കണം കേട്ടോ. അപ്പം നല്ല മുരിങ്ങയായിരുന്നു, നല്ല തൂമ്പായിട്ടുള്ള മുരിങ്ങയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ഫുഡാണ് കേട്ടോ. എനിക്ക് ബീഫിനേക്കായും ചിക്കനേക്കായും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഈ ഒരു ഫുഡാണ് കേട്ടോ. അങ്ങനെ മോന് എന്നെ വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവനെ വന്ന് നോക്കിയപ്പോൾ അവൻ എങ്ങനെയാണെന്ന് അറിയോ, വിളിച്ചിട്ടേ എനിക്ക് അവൻ്റെ കൂടെ വന്ന് കുറച്ച് നേരം കടന്ന് പിന്നെ അവനെ എടുത്തുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോയി പല്ലൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാറ്, പിന്നെ ഫുഡൊക്കെ കൊടുക്കാൻ, പിന്നെ അതിലോട്ട് അങ്ങ് നിന്നിട്ടോ. അപ്പോഴേക്കും അവനക്ക് ഫുഡ് കൊടുത്തു, അവന് പല്ല് തേച്ച് എല്ലാം സെറ്റാക്കി. അപ്പോഴേക്കും മുരിങ്ങ താളിപ്പ് അതിന് പിന്നെ വീഡിയോസ് എടുക്കാൻ മറന്നിട്ടാ. അങ്ങനെ ചോറ് റെഡിയായി. ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. ചോറിക്ക് മുരിങ്ങ താളിപ്പും മുരിങ്ങത്തോരനും മീനുമാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസും ലൈവൊക്കെ കണ്ടിട്ട് കുറേ പേര് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തളർത്താൻ വരണ്ട മക്കളെ. ഞങ്ങൾ തളരത്തില്ല, മുന്നോട്ട് ഇതേ രീതിയിൽ തന്നെ പോകും കേട്ടോ. ആരെന്ത് ചൊറിഞ്ഞാലും പിന്നെ ഒരു ഫേക്കായൊരു നമ്മൾ അറിയുന്ന ആൾക്കാരെ പ്രൊഫൈലും വെച്ചിട്ട് ഫേക്ക് ഐഡിയിൽ വന്ന് മോശമായി പറയുന്നവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ എന്ത് കാട്ടിയാലും ഞങ്ങളത് കണ്ടുപിടിക്കില്ല, അറിയത്തില്ല എന്നല്ലേ. ഞങ്ങൾക്ക് ഇന്നലെയും തുടങ്ങിയ ലൈവല്ല, ഇന്നലെയും തുടങ്ങിയ ലൈവല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് കാട്ടിയാലും എനിക്കൊരു പുല്ലാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും, കൂടെ നിന്ന് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാ മെമ്പേഴ്സിനോടും ഒരുപാട് പറയാൻ പറ്റാത്തത്ര സ്നേഹവും കടപ്പാടുണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് തുടർന്നും എനിക്ക് വേണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മുത്തുമണികൾക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.